എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള 1993. എഴുത്തച്ഛൻ പുരസ്കാരം 2020 നേടിയത് പോൾ സക്രിയ. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ 1995. എഴുത്തച്ഛൻ പുരസ്കാരം 2021 നേടിയത് പി വത്സല. എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിതയാണ് പി വത്സല. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി നിഴലുറങ്ങുന്ന വഴികൾ. പ്രധാനപ്പെട്ട രചനകൾ നെല്ല്, കൂമൻകൊല്ലി, കിളിക്കാലം, ആദിജലം, ആഗ്നേയം, ഗായത്രി, അരക്കില്ലം, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സല. പി വത്സല അന്തരിച്ചത് 2023 നവംബർ 21. 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതു. യഥാർത്ഥ പേര് എ സേതുമാധവൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ കഥ പേടി സ്വപ്നങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ നോവൽ പാണ്ഡവപുരം. മാക്മില്ലൻസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇദ്ദേഹത്തിൻ്റെ നോവലാണ് പാണ്ഡവപുരം. സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി അടയാളങ്ങൾ 2007. സേതുവിന് വയലാർ അവാർഡ് ലഭിച്ച കൃതി അടയാളങ്ങൾ 2006. സേതുവിൻ്റെ പ്രധാന രചനകൾ നവഗ്രഹങ്ങളുടെ തടവറ, ഞങ്ങൾ അടിമകൾ, അറിയാത്ത വഴികൾ, കിരാതം, താളിയോല, പാണ്ഡവപുരം, നിയോഗം, വനവാസം, ചേക്കുട്ടി, മറുപിറവി, ആലിയ. സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന് എഴുതിയ നോവൽ നവഗ്രഹങ്ങളുടെ തടവറ. സേതുവിൻ്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ. എസ് കെ വസന്തൻ്റെ പ്രധാന കൃതികൾ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, കാൽപ്പാടുകൾ അകം, കാൽപ്പാടുകൾ പുറം, എൻ്റെ ഗ്രാമം എൻ്റെ ജനത, കിഴക്കിൻ്റെ വെളിച്ചം. 2007 കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന രചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2018 മുതൽ മലയാള ഭാഷയ്ക്ക് നൽകിയ സമര സംഭാവനയ്ക്കായി 2ാമത്തെ തവണയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് എസ് കെ വസന്തന് ലഭിച്ചു. വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1991. വള്ളത്തോൾ അവാർഡിൻ്റെ സമ്മാനത്തുക 1,11,111. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തി പാലാ നാരായണൻ നായർ 1991. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ 1993. കേരളത്തിലെ 2ാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ അവാർഡ്. സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 2ാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. 3ാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ബാലാമണിയമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ. 2017 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. വള്ളത്തോൾ പുരസ്കാരം 2019 ലഭിച്ചത് പി സക്രിയ. ഹരിവരാസനം അവാർഡ്. ഹരിവരാസനം അവാർഡ് 2021 ലഭിച്ചത് വീരമണി രാജു. ഹരിവരാസനം അവാർഡ് 2022 ലഭിച്ചത് ആലപ്പി രംഗനാഥ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണി ദാസൻ. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര തുക. ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1969. ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 30,000 രൂപ. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2018 ഇ വി രാമകൃഷ്ണൻ. 2018 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ഇ വി രാമകൃഷ്ണൻ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് എൻ പ്രഭാകരൻ. കൃതി മായാമനുഷ്യർ. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2021 സാറ ജോസഫ്. കൃതി ബുധിനി. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ. 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് 2023 പി എൻ ഗോപികൃഷ്ണൻ.
ഓരോ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്കാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെ കൃതി തുളസീദാസ രാമായണം. ഓടക്കുഴൽ പുരസ്കാരം നേടിയ പ്രഥമ വനിത ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി.